തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ഫാങ് പാർക്കിൽ മലർന്നു കിടന്ന് ആകാശത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതാണ്. ആ സമയം ക്യാമറയുമായി ഒരാൾ ഫാങ്ങിന്റെ അടുത്തേക്ക് എത്തി ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. കേൾക്കേണ്ട താമസം ഫാങ് നിന്നും ചെരിഞ്ഞുമൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. അയാളും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫാങ്ങിന്റെ ഫോട്ടോയാണ് എടുക്കുന്നതെന്ന് കരുതിയാൽ തെറ്റി. അയാൾ ഫാങ്ങിന്റെ ഫോട്ടോ എടുക്കുന്നത് പോലെ അവിടെ ഒരു ബെഞ്ചിലിരുന്ന് പ്രണയം കൈമാറുകയായിരുന്ന ഒരു കപ്പിളിന്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. കാരണം ആ കപ്പിൾ സെലിബ്രിറ്റി കപ്പിളാണ്. അല്ലെങ്കിലും ഈ സെലിബ്രിറ്റീസിന്റെ പുറകെ നടന്ന് അവരുടെ സ്വകാര്യത പകർത്തുന്ന അത് റിപ്പോർട്ട് ചെയ്യുന്ന ചില റിപ്പോർട്ടേഴ്സിലെ അതാണ് ഇവിടെ നടക്കുന്നത്. ഈ ഫോട്ടോ എടുപ്പ് പരിപാടി നടക്കുന്നത് ഫാങ്ങും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. റിപ്പോർട്ടറായി ഫാങ് ജോലി ചെയ്യുന്ന മാഗസിനിലെ ക്യാമറാമാനാണ് കൂടെയുള്ളത്. അങ്ങനെ ഇവിടെ ഫോട്ടോ എടുപ്പ് പുരോഗമിക്കുന്ന സമയം ഇതാ സെലിബ്രിറ്റിയുടെ ബോഡി ഗാർഡ് ശ്രദ്ധിക്കുന്നു. അയാൾ അവരോട് നിർത്താനായി ആവശ്യപ്പെട്ട ശേഷം അവരുടെ ക്യാമറ തട്ടിയെടുക്കാൻ നോക്കുമ്പോൾ ഫാങ് ക്യാമറ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആദ്യം മയത്തിൽ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇയാള് ക്യാമറ ഇല്ലാതെ അടങ്ങില്ല എന്ന് മനസ്സിലാക്കുന്ന ഫാങ് അയാളുടെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്ത് അയാളെ ബോധം കെടുത്തുന്നു. അങ്ങനെ ഈ ഒരു ശബ്ദവും കോലാഹലവും ഒക്കെ കേട്ട് ആ ബെഞ്ചിലിരുന്ന സെലിബ്രിറ്റി കപ്പിൾസ് അവരുടെ ജീവനും കൊണ്ട് ഓടുന്നു, ആരും ശ്രദ്ധിക്കാതിരിക്കാനായി. എന്തായാലും അടുത്ത ദിവസം ജോലിക്ക് ഫാങ് ചെല്ലുന്ന സമയം മാനേജർ ഫാങ്ങിനെ പൊരിച്ചെടുക്കുകയാണ്. എന്തെങ്കിലും ഒരു വാർത്ത നീ മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഗുലുമാൽ ഒപ്പിച്ചോണ്ടല്ലേ വരാറുള്ളൂ എന്ന് മാനേജർ വഴക്ക് പറയുന്ന സമയം ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന K-pop സിംഗേഴ്സിന്റെ പാർട്ടിയിൽ താൻ ചെന്ന് കിടുക്കൻ ഐറ്റം കൊണ്ടുവരാമെന്ന് ഫാങ് മാനേജറിനോട് വീരവാദം മുഴക്കുന്നു. അങ്ങനെ ഒരു നൈറ്റ് ക്ലബിൽ നടക്കുന്ന K-pop സിംഗേഴ്സ് പങ്കെടുക്കുന്ന പാർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ കിടുക്കൻ ന്യൂസ് കിട്ടുമെന്ന് വിചാരിച്ച് അത് കവർ ചെയ്യാനായി ഫാങ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ ഓൾറെഡി റിപ്പോർട്ടേഴ്സിന്റെയും ആരാധകരുടെയും ഒക്കെ ജനസാഗരമാണ്. ആ സാഗരത്തിൽ നീന്തി തുടിച്ച് ഒരുവിധം ഫ്രണ്ടിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ ഫാങ്. അവൾക്ക് സിംഗേഴ്സിനോട് കിടുക്കൻ ചോദ്യം ചോദിച്ച് മാനേജറിനെ ഞെട്ടിക്കണമെന്നുണ്ട്. അതിനായി സിംഗേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആരും മൈൻഡ് ആക്കാതെ പോകുന്നു. ഇനി വരുന്ന സിംഗറിനോടെങ്കിലും ഒരു കിടുക്കൻ ചോദ്യം ചോദിച്ച് അയാളുടെ ഉത്തരം മേടിക്കണമെന്ന് ഫാങ് മനസ്സിൽ കരുതിയിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കഥാനായകന്റെ എൻട്രി. ഇവന്റെ പേര് ഹോജൂൺ എന്നാണ്. വളരെ ഫേമസ് ആയ ഒരു K-pop സിംഗറാണ് പുള്ളി. ഹോജൂണിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനായി ഫാങ് ശ്രമിക്കുന്ന സമയം ഫാങ് മുന്നേ ബോഡി ഗാർഡിനെ ഇടിച്ചിട്ട കാര്യം അറിയാവുന്ന ഹോജൂണിന്റെ ബോഡി ഗാർഡ് ഇവൾ ആളത്ര ശരിയല്ല, പശപശക്ക് പിടിച്ച ഒരു റിപ്പോർട്ടറാ. അതുകൊണ്ട് അവളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഇരിക്കുന്നതാണ് ബുദ്ധിപരമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഫാങ് ആകെപ്പാടെ നിരാശയിലാവുന്നു. എന്തായാലും അവിടെ കുറച്ചു നേരം ചെലവഴിച്ച ശേഷം ഫാങ് പോകാനായി ഒരുങ്ങുമ്പോഴാണ് ഒരു മുറിയിൽ അടക്കി പിടിച്ച് സംസാരം കേൾക്കുന്നത്. ഫാങ് അത് എന്താണെന്ന് ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണുന്നത് നമ്മുടെ ഹോജൂണിനെയും അതേപോലെ തന്നെ വളരെ പോപ്പുലറായ ലിൻ എന്ന മറ്റൊരു K-pop സിംഗറിനെയുമാണ്. രണ്ടുപേരും രഹസ്യമായി കണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഈ രണ്ട് ഫേമസ് ആയ സിംഗേഴ്സ് തമ്മിൽ നടക്കുന്ന ഈ രഹസ്യ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ തന്റെ ഫോണിൽ ഫാങ് പകർത്തുന്ന സമയം ക്ലിക്ക് ആവുന്ന ശബ്ദം കേട്ട് ഹോജൂണും ലിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ഫാങ്ങിനെ കാണുന്നു. ഫാങ് പെട്ടെന്ന് ഞാനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് അവൾക്ക് കണ്ണു കാണാത്ത രീതിയിൽ ആക്ട് ചെയ്ത് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകാൻ ഒരുങ്ങുന്നു. പക്ഷേ ഹോജൂൺ അവളുടെ പുറകിനെത്തുന്നു. അവൻ ഫോൺ ചോദിക്കുമ്പോൾ അവൾ കൊടുക്കുന്നില്ലെങ്കിലും അവൻ അത് ബലമായി പിടിച്ചു വാങ്ങി നിലത്തെറിഞ്ഞു പൊട്ടിക്കുന്നു. ഇത് കണ്ട് കലിയിളകിയ ഫാങ് ഹോജൂണിനെ തൊഴിക്കാനായി ചാടുമ്പോഴേക്കും ഇതിന്റെ ഇടയിലേക്ക് ഹോജൂണിന്റെ ബോഡി ഗാർഡ് വന്ന് കയറുന്നു. അങ്ങനെ ഹോജൂണിന് കിട്ടേണ്ട തൊഴി കിട്ടുന്നത് അവന്റെ ബോഡി ഗാർഡിനാണ്. എന്തായാലും ഇവിടെ നടന്ന സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മറ്റ് റിപ്പോർട്ടേഴ്സ് ക്ലിക്ക് ചെയ്ത് അത് വലിയ വാർത്തയാക്കി അടുത്ത ദിവസം മാഗസിൻസിലും പത്രങ്ങളിലും ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ഒന്നാമത് ജോലി മര്യാദയ്ക്ക് ചെയ്യാതെ എവിടെ പോയാലും ഫാങ് പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് ഫാങ്ങിനെതിരെ കംപ്ലൈന്റ് പറഞ്ഞ മാനേജർ ഈ ഒരു കാര്യത്തിന് ഫാങ്ങിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് ഫാങ് അവളുടെ താമസ സ്ഥലത്തേക്ക് എത്തുന്നു. ഫാങ്ങിന് അച്ഛനും അമ്മയും ഇല്ല. അവൾ താമസിക്കുന്നത് അവളുടെ രണ്ട് സുഹൃത്തുക്കളുടെ കൂടെയാണ്. സുഹൃത്തുക്കൾ അവളെ ജോലി തിരിച്ചു കിട്ടാനായി ആ സിംഗറിനോട് പോയി ക്ഷമ ചോദിക്കാനായി ഉപദേശിക്കുന്നു. വാശിയേക്കാൾ വലുത് ചോറാണ്, ജോലിയാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ ക്ഷമ ചോദിക്കാൻ തീരുമാനിച്ചു അടുത്ത ദിവസം തന്നെ ഹോജൂണിനെ ചെന്ന് കാണുന്നു. ഹോജൂണിനോട് വളരെ കെഞ്ചി മാപ്പ് ചോദിച്ച് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ഹോജൂൺ ക്ഷമിക്കാമെന്ന് പറയുമ്പോൾ ഇവള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ്. അപ്പോ എന്റെ ജോലി തിരിച്ചു കിട്ടാനായി റെക്കമെൻഡ് ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഭാവം മാറുന്നു. നിന്നോട് ഞാൻ ക്ഷമിച്ചെന്നല്ല പറഞ്ഞുള്ളൂ, നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞില്ലല്ലോ. നിനക്ക് ഒരു സ്ഥലത്തും ജോലി കിട്ടാൻ പോകുന്നില്ല, നീ പിച്ച എടുത്ത് നടക്കേണ്ടി വരുമെന്ന് അവൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ഇവളുടെ കൺട്രോൾ പോകുന്നു. കഴിഞ്ഞ ദിവസത്തെ പോലെ വീണ്ടും അവനെ ഇടിക്കാനായി ഇവള് ഓങ്ങുന്ന സമയം ഇടയ്ക്ക് ബോഡി
ഗാർഡ് വന്ന് നിൽക്കുകയും അയാൾക്കിട്ട് കണക്കിന് കിട്ടുകയും ചെയ്യുന്നു. എന്തായാലും ഹോജൂണിനോട് കട്ട കലിപ്പാവുകയാണ് ഫാങ്ങിന്. അവൾ ഒരു റിപ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് അറിയാവുന്ന മേഖല ഉപയോഗിച്ച് അവനെ നാറ്റിക്കാനായി തീരുമാനിക്കുന്നു. അവൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല പല അക്കൗണ്ടുകൾ തുടങ്ങി അതിലൂടെയെല്ലാം ഇവനെ പറ്റി ഓരോ വ്യാജമായ മോശപ്പെട്ട വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നു. കൂടാതെ ഹോജൂണിനെതിരെ ഫ്ലെക്സ് ഒക്കെ എഴുതി അവന്റെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് പോകുന്നതും അവന്റെ കാരവാനിൽ അവനെ പറ്റി മോശമായി ഓരോന്നും കുത്തിക്കുറിച്ച് വെക്കുന്നതും ഫാങ് ചെയ്യുന്നു. ഈ സമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഹോജൂണിനെ കാണാനായി തടിച്ചുകൂടി നിന്ന അവന്റെ ഫാൻ ഗേൾസ് ഇതെല്ലാം നോട്ടീസ് ചെയ്ത് നമ്മുടെ ഫാങ്ങിനെ പഞ്ഞിക്കിടുന്നു. എന്തായാലും ഫാങ് ആകെ പട കഷ്ടത്തിലാവുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവൾക്കൊരു ജോബ് ഓഫർ വരുന്നത്. ഒരാൾ അവളെ കണ്ട് ജോലി ഉണ്ടെന്ന് അറിയിക്കുമ്പോൾ ഇവൾ വളരെ സന്തോഷത്തിൽ എന്താണ് ജോലി എന്ന് ചോദിക്കുന്നു. അപ്പോൾ വന്നിരിക്കുന്ന ആള് പറയുന്നത്, നിങ്ങൾ ഹോജൂണിന്റെ ആന്റി ഫാൻ അല്ലേ, അതുകൊണ്ട് നിങ്ങളെ നമ്മുടെ ഹോജൂൺ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി നിയമിക്കാൻ തീരുമാനിച്ചുവെന്ന്. അത് കേട്ടപാടെ ഫാങ്ങിന് കലി ഇളകുന്നു. ഒരിക്കലും ഞാൻ അവന്റെ അസിസ്റ്റന്റ് ആവില്ല എന്ന് പറഞ്ഞ് ഫാങ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ വലിയ ശമ്പളം തരാം, മാസം 60,000 രൂപ തരാം എന്നെല്ലാം അയാള് പറയുമ്പോൾ ഫാങ്ങിന്റെ ഗ്യാസ് പോകുന്നു. കാശ് കിട്ടുമെങ്കിൽ അസിസ്റ്റന്റ് ജോലിയല്ലേ, ഞാൻ ചെയ്യാമെന്ന് അവള് പറയുന്നു. അങ്ങനെ അവളെ ഹോജൂണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് മേക്കപ്പ് ഒക്കെ ഇടിപ്പിച്ച് ഹോജൂണിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹോജൂണിന്റെ ബോഡി ഗാർഡ്, ഓ ഈ കോലത്തിനും മേക്കപ്പിന്റെ ആവശ്യമുണ്ടോ എന്ന് കമന്റ് അടിക്കുമ്പോൾ അത് കേൾക്കുന്ന ഹോജൂൺ, എന്താ 2 വട്ടം അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഒരു ഇന്റർവ്യൂ എടുക്കാനായി തുടങ്ങുകയാണ്. ആ സമയം ഫാങ് ഹോജൂനോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഹോജൂൺ, മനുഷ്യന്മാരെ മാപ്പ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കുരങ്ങുകളും മാപ്പ് ചോദിക്കാൻ തുടങ്ങിയോ എന്ന് കമന്റ് അടിക്കുകയാണ്. തന്നെ കുരങ്ങെന്ന് ഹോജൂൺ സംബോധന ചെയ്തത് കേട്ട ഫാങ്ങിന് കലി ഇളകുന്നു. ഹോജൂണിനെ അടിക്കാനായി ചെല്ലുമ്പോൾ വീണ്ടും ബോഡി ഗാർഡ് തടയുന്നു. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അവിടെയുള്ള ക്യാമറാമാൻ വീഡിയോ റെക്കോർഡും ചെയ്യുന്നു. അങ്ങനെ ഇതിനെല്ലാം ശേഷം താമസ സ്ഥലത്തേക്ക് തിരിച്ച് ഫാങ് ചെല്ലുമ്പോൾ അവൾ അവളുടെ കൂട്ടുകാരുടെ സംഭാഷണം കേൾക്കുന്നു. ഈ കൂട്ടുകാർ തമ്മിൽ ഇപ്പോൾ പ്രണയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ കൂടെ ഫാങ്ങിനെ താമസിപ്പിക്കാൻ താല്പര്യമില്ല. പക്ഷേ അവരത് ഇവളോട് തുറന്നു പറഞ്ഞിട്ടുമില്ല. ഇവരുടെ സംഭാഷണം കേൾക്കുന്ന അവൾക്ക് അവരുടെ കൂടെ താമസിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ തന്നെ ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ എന്തായാലും വേറെ വഴിയില്ലാതെ അസിസ്റ്റന്റ് ജോലിക്ക് തന്നെ ഫാങ് പോകുന്നു. വണ്ടി ഓടിക്കാൻ അറിയാൻ മേലാത്ത ഫാങ്ങിന് വണ്ടി ഓടിക്കാനായി നിർദ്ദേശം കിട്ടുമ്പോൾ അവൾ ഒരു കൈ നോക്കുന്നുണ്ടെങ്കിലും അത് അവസാനം വണ്ടി ഇടിച്ച് നശിപ്പിക്കുന്നതിലാണ് നിൽക്കുന്നത്. പിന്നീട് അവള് ഹോജൂണിന്റെ കൂടെ അവന്റെ മീറ്റിംഗും പ്രോഗ്രാംസും ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നു. അവിടെ വെച്ച് ഹോജൂണിന്റെ ഫാൻസിന്റെ ഇടയിൽപ്പെട്ട് കൈക്കൊക്കെ പരിക്കേൽക്കുകയാണ് ഫാങ്ങിന്. കൂടാതെ അവൾ ഹോജൂണിന്റെ കൂടെ ഉള്ള സമയം ഹോജൂൺ മുന്നേ രഹസ്യമായി സംസാരിച്ച ലിൻ എന്ന ആ സിംഗറിനെയും ആ സിംഗറിന്റെ ലവറായ മറ്റൊരു സെലിബ്രിറ്റിയും കാണുന്നു. ഹോജൂണിന് ലിന്നിനെ ഇഷ്ടമായിരുന്നു, പക്ഷെ ലിൻ ഇഷ്ടപ്പെട്ടത് ഈ സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നിച്ച് കാണുമ്പോൾ ഹോജൂൺ കുറച്ച് സാഡ് ആവുന്നുണ്ട്. ആ സെലിബ്രിറ്റിക്ക് ഹോജൂണിന്റെ ഇഷ്ടം അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾ, ഓ ഇവളെ വിട്ട് നീ പുതിയ പെണ്ണിനെ പിടിച്ചോ എന്ന് ചോദിച്ച് ഫാങ്ങിനെ നോക്കി നിങ്ങളും സുന്ദരിയാണ് കേട്ടോ എന്ന് കമന്റ് അടിക്കുന്നു. ആ കമന്റ് ഫാങ്ങിനങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടുന്നു. എന്തായാലും അന്ന് രാത്രി ഹോജൂൺ അവന്റെ വീട്ടിലേക്ക് പോവില്ല, അവൻ മറ്റൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നതെന്ന് ഹോജൂണിന്റെ ബോഡി ഗാർഡിൽ നിന്ന് മനസ്സിലാക്കുന്ന ഫാങ് അവൾക്ക് താമസിക്കാൻ മറ്റു സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുവിധം അവന്റെ വീടിന്റെ താക്കോല് ബോഡി ഗാർഡിന്റെ കയ്യിൽ നിന്ന് ഒപ്പിച്ച് രാത്രി അവിടെ താമസിക്കാനായി പോകുന്നു. അവൾ അങ്ങനെ അവിടുത്തെ ലക്ഷറി അങ്ങ് ആസ്വദിക്കുകയാണ്. ഫ്രിഡ്ജിൽ നിന്ന് നല്ല ഫുഡൊക്കെ എടുത്തു കഴിച്ച് ഒരു കൂളി പാസ്സാക്കി വരുമ്പോഴാണ് സോഫയിൽ ഹോജൂൺ ഇരിക്കുന്നത് കാണുന്നത്. നീ എന്താ എന്റെ വീട്ടിലെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അവളുടെ കഥ പറയുന്നു. താമസിക്കാൻ ഒരു ഇടമില്ല, അതുകൊണ്ട് ഇവിടെ നിന്നതാണെന്ന് അവൾ പറയുമ്പോൾ അവൻ, ആ ശരി ഇന്നത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്തോളൂ എന്ന് പെർമിഷൻ കൊടുക്കാണ്. ഇവിടെ നിൽക്കാൻ കഴിഞ്ഞല്ലോ എന്ന് അവൾക്ക് സന്തോഷമാകുന്നു. അങ്ങനെ പിന്നീട് ഹോജൂൺ അവന്റെ ബെഡിൽ കിടന്നുറങ്ങുന്ന സമയം ഫാങ് ഒരു കൈവിലങ്ങുമായി വരുന്നു. അവൾ അത് അവന്റെ ഒരു കൈയിൽ അണിയിക്കുകയാണ്. ആ സമയം വിലങ്ങിന്റെ മറ്റേ ഭാഗം അവളുടെ കാലിലും ആകുന്നു. ഈ സമയം ഹോജൂൺ ഉണർന്ന്, നീ എന്തു പണിയായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അവളോട് ഷൗട്ട് ചെയ്യുന്നു. അവൾ ഇത് അടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല. വേഗം ഹോജൂണിന്റെ ബോഡി ഗാർഡിനെ ഫോൺ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കോളിൽ കിട്ടുന്നില്ല. ആരെങ്കിലും വന്ന് ഇത് അഴിച്ചു കൊടുക്കുന്നിടം വരെ ഇങ്ങനെ ഇരിക്കേ ഇപ്പൊ നിവർത്തിയുള്ളൂ. അങ്ങനെ അവരിയ്ക്കുന്ന സമയത്താണ് ഹോജൂണിന് ടോയ്ലറ്റ് പോകാൻ തോന്നുന്നത്. അവൻ തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുമ്പോൾ അയ്യോ ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ് ഫാങ് അവന്റെ ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നുണ്ട്. കാരണം അവൻ ടോയ്ലറ്റിൽ പോയാൽ ഇവളും കൂടെ പോകേണ്ടി വരില്ലേ. പക്ഷെ അവൻ അവളെ ടോയ്ലറ്റിലേക്ക് വലിച്ചടച്ചുകൊണ്ട് പോകുന്നു. അവൻ യൂറിൻ പാസ് ചെയ്യുന്ന സമയം ഇവള് കണ്ണു പൊത്തിയിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും ഒന്നിച്ചിരുന്ന് നൂഡിൽസ് ഒക്കെ കഴിക്കുന്നു. എന്നാലും ഇപ്പോഴും വിലങ്ങ് ഇവരെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ വിലങ്ങ് പൊട്ടിക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ഫാങ് ഹോജൂണിനെയും കൂട്ടി ഒരു കൊല്ലന്റെ അടുത്ത് പോയി ആ വിലങ്ങ് പൊട്ടിച്ചു കളയുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഫാങ് ചൈനക്കാരി
ചൈനക്കാരിയും ഹോജൂൺ കൊറിയക്കാരനുമാണ്. അങ്ങനെ ഹോജൂണിനെ ചൈനയെല്ലാം ചുറ്റി നടന്ന് കാണിക്കുകയാണ് ഫാങ്. അതേപോലെ കൊറിയയിലേക്ക് ഹോജൂൺ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ കൂടെ പോകുന്ന ഫാങ്ങിനെ ഹോജൂണും കൊറിയയെല്ലാം ചുറ്റി നടന്ന് കാണിക്കുന്നു. അങ്ങനെ ഇവർ ഇപ്പോൾ ദേഷ്യമൊന്നുമില്ലാതെ നല്ല കമ്പനിയായി തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഫാങ് കാഴ്ച കാണുന്നത്. ഒരു സ്ഥലത്ത് വെച്ച് ഹോജൂണും ലിന്നും കണ്ട് സംസാരിക്കുന്നു. മുന്നേ ഇവർ തമ്മിൽ സംസാരിച്ചത് ഫോട്ടോ എടുക്കാൻ പോയപ്പോഴാണല്ലോ അത് ഹോജൂൺ കണ്ട് ഇവളുടെ ഫോൺ തല്ലിപ്പൊട്ടിച്ച് പ്രശ്നമായി ഇവൾക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അന്ന് മിസ്സായ കാര്യം ഇന്ന് താൻ മിസ്സാക്കില്ല എന്ന് പറഞ്ഞ് അവൾ ഇവര് സംസാരിക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കുന്നു. ഇത് ഹോജൂൺ ശ്രദ്ധിക്കുന്നു. അവൻ ഫാങ്ങിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവൾ ഇന്ന പൊട്ടിച്ചോന്നും പറഞ്ഞ് അവളുടെ ഫോൺ അവന് നേരെ നീട്ടുന്നു. അവൻ ഫോൺ പൊട്ടിക്കാതെ ഇത് നീ തന്നെ ഡിലീറ്റ് അടിച്ചോളൂ എന്ന് പറയുമ്പോൾ അവൾ ഇവൻ ഇങ്ങനെ പെരുമാറിയതിൽ വലിയ അതിശയത്തിലായി ഫോട്ടോസ് ഡിലീറ്റ് അടിക്കുന്നു. കൂടാതെ ആ സമയം ഹോജൂൺ ലിന്നുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, പണ്ടുണ്ടായിരുന്ന ബന്ധം പറഞ്ഞ് അവസാനിപ്പിച്ചതാ, നീ വെറുതെ തെറ്റിദ്ധരിക്കണ്ട എന്നും പറയുന്നു. ഇവൻ എന്തിനാ ഇതൊക്കെ തന്നോട് പറയുന്നതെന്ന് ഫാങ് ഒരു മിനിറ്റ് ഹോജൂണിനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ പിന്നീട് ഹോജൂണിന് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് ഹോജൂൺ പോകുമ്പോൾ അതിഭയങ്കരമായ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 2 വീലർ പെട്ടെന്ന് സംഘടിപ്പിച്ച് ബ്ലോക്കിന്റെ ഇടയിലൂടെ ഹോജൂനും ഫാങ്ങും ഒരുവിധം ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തെത്തുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഇന്റർവ്യൂവർ അവിടെ ഫാങ് നിൽക്കുന്നത് കണ്ട് ഹോജൂനോട് ഇത് നിങ്ങളുടെ ആന്റി ഫാൻ അല്ലേ, ഇപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല കൂട്ടായല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നു. എങ്ങനെയുണ്ട് ഹോജൂൻ എന്ന് ഇന്റർവ്യൂവർ ഫാങ്ങിനോട് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ആള് സൂപ്പറാ, പാവമാ എന്നെല്ലാം ഫാങ് പറയുന്നത് കേട്ട് ഹോജൂൺ ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് ഇവർ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയം ഹോജൂൺ തന്നെ പറ്റി നല്ലതായി ഇന്റർവ്യൂവറിനോട് പറഞ്ഞതിനെ കുറിച്ച് ഫാങ്ങിനോട് ചോദിക്കുമ്പോൾ ഫാങ് നിങ്ങളുടെ കൂടെയല്ലേ ഞാനിപ്പോ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ നിങ്ങളെ പറ്റി ചീത്ത പറയാനാകുമെന്ന് പറഞ്ഞ് ചിരിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇവര് ഒന്നിച്ച് പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ നല്ല കൂട്ടാണ്. അങ്ങനെ പിന്നീട് രണ്ടുപേരും സംസാരിക്കുന്ന സമയം ഫാങ് അവള് അച്ഛനും അമ്മയും ഇല്ലാതെ കഷ്ടപ്പെട്ട കഥയൊക്കെ പറയുമ്പോൾ ഹോജൂൺ അവനും പണ്ട് കഷ്ടപ്പെട്ട കഥ പറയുന്നു. വീടുകളിൽ താൻ പത്രമിടാനൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെ കഷ്ടപ്പെട്ട് കഴിയവെയാണ് തനിക്ക് പാട്ട് പാടാൻ അവസരം കിട്ടുന്നത് എന്നെല്ലാം അവൻ പറയുന്നു. അത് കേൾക്കുന്ന അവൾ നിങ്ങൾ വളരെ നല്ല യുവാവാ, നിങ്ങളെ ഇട്ടിട്ട് നിങ്ങളുടെ കൂട്ടുകാരന്റെ പുറകിന് പോയ ആ ലിന്നിനാ ഭാഗ്യമില്ലാത്തത് എന്ന് പറയുന്നു. അത് കേൾക്കുന്ന ഹോജൂന്റെ മുഖം വാടുന്നു. വിഷമിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളെന്ന് അവള് പറയുമ്പോൾ അവൻ അവിടെ നിന്ന് വിഷമിച്ച് എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് അടുത്ത ദിവസം ഫാങ്ങിനെ ഒരുക്കാനായി ഒരു ബ്യൂട്ടീഷ്യൻ വരുന്നു. എന്താ കാര്യമെന്ന് അവള് തിരക്കുമ്പോൾ ഹോജൂൺ ഫാങ്ങിനെ ഒരുക്കാൻ പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ ആ ബ്യൂട്ടീഷ്യൻ ഫാങ്ങിനെ നല്ല ബ്യൂട്ടിയായി ഒരുക്കുന്നു. തുടർന്ന് ഫാങ്ങിനെയും കൊണ്ട് ഹോജൂൺ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. കാറിലിരിക്കവേ അവൾക്കൊരു മാല അവൻ സമ്മാനമായി നൽകുന്നു. അവൾക്കത് തനിയെ ഇടാൻ പ്രയാസമുള്ളപ്പോൾ അവൻ അത് കഴുത്തിലിട്ട് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ അവർ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ അവിടെയെല്ലാം റിപ്പോർട്ടേഴ്സ് ഉണ്ട്. ഹോജൂൺ ഇങ്ങനെ ഒരു പെണ്ണിന്റെ കൈ പിടിച്ചു വരുന്ന കാണുന്ന റിപ്പോർട്ടേഴ്സ് ആരാണ് ഈ പെൺകുട്ടിയെന്ന് ഹോജൂണിനോട് തിരക്കുമ്പോൾ നിങ്ങൾക്ക് ആളിനെ മനസ്സിലായില്ലേ, ഇതാണ് എന്റെ ആന്റി ഫാൻ എന്ന് ഹോജൂൺ വെളിപ്പെടുത്തുമ്പോഴാണ് ഇത് മറ്റേ ഫാങ് ആണെന്ന കാര്യം അവർക്കെല്ലാവർക്കും മനസ്സിലാകുന്നത് തന്നെ. അങ്ങനെ ആ പാർട്ടിക്കിടയിൽ വെച്ച് ഇവർ ലിന്നിനെയും ലിന്നിന്റെ ലവറിനെയും കാണുന്നു. ആ സമയം ലിന്നിന്റെ കഴുത്തിൽ ഹോജൂൺ ഇപ്പോൾ ഫാങ്ങിന് ഗിഫ്റ്റ് ചെയ്ത അതേ മാല കിടപ്പുണ്ട്. തന്നെ ഇട്ടിട്ട് തന്റെ സുഹൃത്തിന്റെ കൂടെ റിലേഷൻഷിപ്പിലായ ലിന്നിനെ അസൂയപ്പെടുത്താനാണ് ഹോജൂൺ തന്നെ ഒരുക്കി കെട്ടി ഈ മാലയും സമ്മാനമായി തന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യം ഉള്ളിൽ തോന്നുന്ന ഫാങ്ങിന് നല്ല ദേഷ്യം വരുന്നു. നിങ്ങളെന്താ ഞാനൊരു കളിപ്പാവയാണെന്നാണോ കരുതിയിരിക്കുന്നതെന്ന് അവൾ അവനോട് ഷൗട്ട് ചെയ്ത് ആ മാലയും കഴുത്തിൽ നിന്ന് പൊട്ടിച്ച് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു. അവൻ അവളോട് എന്തോ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാതെ പോകുന്നു. ഇവർക്കിടയിൽ നടന്ന ഈ ഫൈറ്റ് ലിന്നിന്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് ആയ ഹോജൂന്റെ ആ ഫ്രണ്ട് കാണുന്നു. അവൻ അത് പറഞ്ഞ് കളിയാക്കുമ്പോൾ കലി ഇളകിയ ഹോജൂൺ അവന്റെ മോന്തയ്ക്ക് നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നു. പിന്നീട് ഹോജൂന്റെ ബോഡി ഗാർഡ് ഫാങ്ങിനെ കാണാനായി വരുന്നു. യഥാർത്ഥത്തിൽ ആ നെക്ലേസ് ഫാങ് പറഞ്ഞ താനാണ് കടയിൽ വാങ്ങാനായി പോയതെന്നും കടയിൽ വെച്ച് താൻ ലിന്നിനെ കണ്ടപ്പോൾ ലിന്നാണ് ആ നെക്ലേസ് സെലക്ട് ചെയ്ത് തന്നതെന്നും അവരുടെ കഴുത്തിൽ കിടക്കുന്ന അതേ മോഡൽ നെക്ലേസ് ആണ് അവർ സെലക്ട് ചെയ്ത് തന്നതെന്ന് താൻ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നെല്ലാം ബോഡി ഗാർഡ് പറയുമ്പോഴാണ് വെറുതെ താൻ ഹോജൂനെ തെറ്റിദ്ധരിച്ച് വായിൽ വന്നതെല്ലാം പറഞ്ഞു എന്ന് സങ്കടം ഫാങ്ങിനുണ്ടാകുന്നത്. ഇതേ സമയം ലിന്നിന്റെ ആ ഒരു ബോയ് ഫ്രണ്ടില്ലേ, അയാൾ ഒരു ഹാക്കർ വഴി ഫാങ്ങിന്റെ സിസ്റ്റം ഹാക്ക് ചെയ്ത് അതിൽ അവൾ ഫാങ്ങിനെ പറ്റി മോശമായി മുന്നേ ദേഷ്യം തോന്നിയ സമയത്ത് എഴുതി വെച്ച കാര്യങ്ങളെല്ലാം വീണ്ടും പബ്ലിഷ് ചെയ്യുന്നു. അത് വൈറലാകുമ്പോൾ എല്ലാവരും ഇത് ഫാങ് ആണ് ചെയ്തതെന്ന് കരുതുന്നു. അത് തന്നെ വിശ്വസിക്കുന്ന ഹോജൂൺ ഫാങ്ങിനെ കാണുമ്പോൾ മിണ്ടാതെ പോകുന്നു. ഫാങ് ഈ കാര്യം ചോദിക്കാനായി ലിന്നിന്റെ ലവറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ പറയുന്നത് ലിൻ തന്നെ ഉപേക്ഷിച്ചു പോയി, അവൾ മിക്കവാറും ഹോജൂണിന്റെ പുറകിന് പോകാനായിട്ടായിരിക്കും തന്നെ ഉപേക്ഷിച്ചത് എന്ന് തോന്നി അവനിട്ടൊരു പണി കൊടുക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഇവൻ പറയുന്നത് കേട്ട് കലിയിളകുന്ന ഫാങ് അവന്റെ കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നു. പിന്നീട് ഹോജൂണിനോട് ക്ഷമ ചോദിക്കാനായി അവള് പോകുമ്പോൾ ഹോജൂന്റെ വീട്ടിൽ ലിന്നിനെ കാണുന്നു. ലിൻ ഫാങ്ങിനോട് താനും ഹോജൂണും വീണ്ടും റിലേഷനിലായെന്ന് പറയുന്നു. ഈ സമയം ഹോജൂൺ അങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോൾ ഫാങ്
ഹോജുനോട് ഞാനല്ല അതൊന്നും ചെയ്തത്, എന്റെ സിസ്റ്റം ഹാക്കായി അങ്ങനെ സംഭവിച്ചതാണ്, എന്തായാലും എല്ലാത്തിനും സോറി എന്ന് പറഞ്ഞു പോകുന്നു. ഈ സമയം ലിൻ അവിടെ നിൽക്കുന്നത് കാണുന്ന ഹോജുൻ നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് തിരക്കുമ്പോൾ വീണ്ടും അവനുമായി റിലേഷനിലാകാൻ താല്പര്യമുണ്ടെന്ന് ലിൻ പറയുന്നു. ഇത് കേൾക്കുന്ന ഹോജുന് കലിയളകുന്നു. ഒരിക്കൽ തന്നെ ഉപേക്ഷിച്ച് തന്റെ കൂട്ടുകാരന്റെ പുറകിന് പോയ ലിന്നിനെ അവൻ ആട്ടി ഇറക്കി വിടുന്നു. ഇതേ സമയം വീട്ടിലെത്തി സങ്കടം സഹിക്കാൻ വയ്യാതെ ഫാങ് സോഷ്യൽ മീഡിയയിൽ അവൾ ഹോജുന്റെ അസിസ്റ്റന്റായി ജോലി ചെയ്ത സമയം അവനെ അടുത്തറിഞ്ഞ് അവൻ എത്രത്തോളം നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഒരു കുറിപ്പായി എഴുതി അവനോടുള്ള ക്ഷമാപണത്തോടെ അത് പോസ്റ്റ് ചെയ്യുന്നു. ശേഷം അവൾ നാട്ടിൽ നിൽക്കാൻ താല്പര്യപ്പെടാതെ ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയം എക്കോണമി ക്ലാസ് എടുത്ത് അവൾക്ക് അത് VIP ക്ലാസ് ആയി അപ്ഗ്രേഡ് ചെയ്ത് നൽകുകയാണ്. അതിനെപ്പറ്റി അവൾ തിരക്കുമ്പോൾ ഇത് മേഡത്തിനുള്ള സ്പെഷ്യൽ ഓഫർ ആണെന്ന് സ്റ്റാഫും പറയുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യവേ ഫാങ് മയങ്ങി പോകുന്നു. അവൾ ഉറക്കമുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. കാരണം അവളുടെ അടുത്ത് ഹോജുൻ ഇരിക്കുന്നു. നിങ്ങൾ എന്താ ഇവിടെയെന്ന് അവൾ തിരക്കുമ്പോൾ നിന്നെ നാടുവിടാൻ അങ്ങനെ ഞാൻ അനുവദിക്കുമോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ വെച്ച് പിണക്കങ്ങളൊക്കെ മറന്ന് പരസ്പരം സംസാരിക്കുന്നു. ശേഷം രണ്ടുപേരും അവരുടെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞ് പ്രണയിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇവര് വളരെ ഹാപ്പിയായി ഒന്നിക്കുകയാണ്. ഒരിക്കൽ കട്ട ഹേറ്റർ ആയിരുന്ന ഈ പെൺകുട്ടി ഹോജുന്റെ ലവറായി മാറിയിരിക്കുന്നു. അനിഷ്ടം മാറി ഇഷ്ടമാകാൻ അധികം നേരമൊന്നും വേണ്ട എന്ന് കാണിക്കുന്ന ഈ ഒരു ക്യൂട്ട് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.